സെൻകുമാർ വിഷയത്തിൽ പിണറായി വിജയനെ പിന്തുണച്ച് യൂത്ത് ലീഗ് 2 ദിവസത്തേക്കെങ്കിലും സെൻകുമാറിനെ മാറ്റിയ പിണറായിയാണ് ശരിയെന്നും സെൻകുമാറിന്റെ നിലപാട് വർഗീയവാദികളെ പോലും നാണിപ്പിക്കുന്നതാണെന്നും യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം. പി വി കുട്ടൻ ചേരുകയാണ് വിവരങ്ങളുമായി. കുട്ടൻ, സെൻകുമാറിന്റെ വർഗീയ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു പിന്തുണ വന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗിരീഷ്മ, ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തീവ്ര വർഗീയ നിലപാടുകൾ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ തീവ്ര വർഗീയ നിലപാട് വ്യക്തമാക്കിയ മുൻ DGP സെൻകുമാറിനെതിരെ വിവിധ കോണുകളിൽ നിന്നും രൂക്ഷ വിമർശനങ്ങളാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് യൂത്ത് ലീഗ്, മുസ്ലിം യൂത്ത് ലീഗും സെൻകുമാറിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്തുണ അർപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് യൂത്ത് ലീഗ്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരമാണ് ഫേസ്ബുക്കിൽ ഇത്തരം നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഏത് ചങ്ക് പറിച്ചാണ് ഞങ്ങൾ കാണിക്കേണ്ടത് എന്ന് തുടങ്ങുന്ന പോസ്റ്റിലാണ് അദ്ദേഹം DGP സെൻകുമാറിന്റെ വർഗീയ നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ DGPയും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്ന സെൻകുമാർ ഇത്തരത്തിൽ കടുത്ത വർഗീയവാദികളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത് ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് എന്ന് നജീബ് കാന്തപുരം പറയുന്നു. ഇത്രയും വിഷലിപ്തമായ പരാമർശങ്ങൾ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എത്രമാത്രം ശക്തമായിരിക്കുമെന്ന് ഊഹിക്കാനുള്ള ബുദ്ധി അദ്ദേഹത്തിനുണ്ട് എന്നും കരുതാം. അതുകൊണ്ട് തന്നെ ഇതൊരു കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് എന്നാണ് നജീബ് കാന്തപുരം ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. ആ പോസ്റ്റിൽ തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ശരി എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യക്തമാണ്. പി വി കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കണമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. രാജകുടുംബത്തിന് അവരുടെ നിലപാട് പറയാൻ അവസരമുണ്ട്. സുപ്രീം കോടതി വിധി എന്തായാലും അത് നടപ്പിലാക്കുമെന്നും ദേവസ്വം മന്ത്രി പ്രതികരിച്ചു. വിനീഷ ചേരുകയാണ് വിവരങ്ങളുമായി. വിനീഷ, രാജകുടുംബം ഇന്നലെ നിലപാട് അറിയിച്ചിരുന്നു, ബി നിലവറ തുറക്കാൻ അനുവദിക്കില്ല, അതിനോട് താല്പര്യമില്ല എന്ന്. ഇപ്പോൾ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം എന്താണ്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗിരീഷ്മ, സുപ്രീം കോടതി ഇന്നലെ കഴിഞ്ഞ ദിവസം പരാമർശം നടത്തിയിരുന്നു ബി നിലവറ തുറന്ന് പരിശോധിക്കണമെന്ന്. ആ പരാമർശത്തോടുള്ള ഒരു അഭിപ്രായമാണ് രാജകുടുംബം നടത്തിയതെന്നാണ് തനിക്ക് ലഭിച്ച വിവരം എന്നാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. അതായത് സുപ്രീം കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു കാര്യത്തിൽ ബി നിലവറ തുറക്കണമോ എന്ന കാര്യത്തിൽ ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഒരു തീരുമാനമോ വിധിയോ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് എന്തായാലും സുപ്രീം കോടതിയുടെ തീരുമാനം എന്തു തന്നെയായാലും സർക്കാർ അത് നടപ്പിലാക്കുമെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിന് മൃദു സമീപനമില്ല. എന്തിന്റെ പേരിലാണ് രാജകുടുംബം ബി നിലവറ തുറക്കുന്നതിനെ എതിർക്കുന്നത് എന്ന് തനിക്കറിയില്ല. ഈ കാര്യം നാളെ തിരുവനന്തപുരത്ത് വെച്ച് രാജകുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാത്രമേ എന്താണ് ഇക്കാര്യത്തിൽ അവർ എതിർക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് രാജകുടുംബാംഗങ്ങൾ ബി നിലവറ തുറക്കുന്നതിനെ എതിർക്കുന്നത് എന്നാണ് താൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നാളെ നടക്കുന്ന ചർച്ചയിൽ പരിഹരിക്കാൻ പറ്റുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും കടകംപള്ളി പറഞ്ഞു. സുമാനം, അതെന്തു തന്നെയായാലും സർക്കാർ അത് നടപ്പിലാക്കുമെന്നാണ് കടകംപള്ളി പറഞ്ഞത്. രാജകുടുംബാംഗങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കേസ് നീണ്ടുപോകുന്നതിൽ സർക്കാരിനും അതൃപ്തിയുണ്ട്. ഇക്കാര്യത്തിൽ ഒരു യോജിച്ച തീരുമാനമാണ് വേണ്ടതെന്നും കടകംപള്ളി കോഴിക്കോട് പറഞ്ഞു. വിനീഷ, ഒപ്പം തന്നെ സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു നിലവറ തുറക്കുന്നത് ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ എന്ത് വിധേനയും സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി വരികയാണെങ്കിൽ അത് നടപ്പിലാക്കാൻ തന്നെയാണോ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം? തീർച്ചയായും ഗിരീഷ്മ, രാജകുടുംബാംഗങ്ങളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് സുപ്രീം കോടതിയുടെ തീരുമാനം എന്തു തന്നെ ആയാലും അത് നടപ്പിലാക്കുക എന്ന് തന്നെയാണ് സർക്കാർ നിലപാട് എന്ന കാര്യം കൃത്യമായി തന്നെ കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി കേസ് സുപ്രീം കോടതിയിൽ നീണ്ടുപോവുകയാണ്. ഈ കേസ് നീണ്ടുപോകുന്നതിൽ ഒരതൃപ്തി ഏതൊരാളെ പോലെയും സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ആശങ്ക പരിഹരിക്കണം. കൃത്യമായ ഒരു തീരുമാനം ഈ ബി നിലവറ തുറന്നു പരിശോധിക്കണമോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനം വേണമെന്ന് തന്നെയാണ് സർക്കാരിന്റെയും ആവശ്യം. അതിനാൽ തന്നെ രാജകുടുംബാംഗങ്ങളുമായി നേരിട്ട് നേരിട്ട് ചർച്ച നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. അതിനായി നാളെ തിരുവനന്തപുരത്ത് വെച്ച് കടകംപള്ളി സുരേന്ദ്രൻ രാജകുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ചർച്ചയിലൂടെ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ ഏകോപിച്ചായിരിക്കും ഒരു തീരുമാനം, ഒരു നിലപാട് ഈ കാര്യത്തിൽ സർക്കാർ കൈക്കൊള്ളുക.
അതെന്ത് തന്നെയായാലും സുപ്രീം കോടതിയെ അറിയിക്കും. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം, അന്തിമ വിധി പുറപ്പെടുവിക്കുകയാണെങ്കിൽ ആ വിധിയോടൊപ്പമായിരിക്കും സർക്കാരിന്റെ നിലപാടും എന്ന് ഇക്കാര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. ഗിരീഷ്മ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കണമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വിനീഷ വൃന്ദാവനാണ് വിവരങ്ങൾ നൽകിയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കണമെന്ന് VS അച്യുതാനന്ദനും. നിലവറ തുറക്കുന്നതിനെ ചിലർ ഭയക്കുന്നത് എന്തിനാണെന്നും ഭയപ്പെടുന്നവർ ആരായാലും അവരെ സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും VS അച്യുതാനന്ദൻ. ഇതിനു മുൻപ് ഇതേ ബി നിലവറ തുറന്നപ്പോൾ ആരും ദേവഹിതം ചോദിച്ചതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പ്രശ്നം ദേവഹിതമല്ല, വ്യക്തിഹിതമാണെന്നും വ്യക്തമാണ്. ജനഹിതവും ക്ഷേത്രസ്വത്തിന്റെ സംരക്ഷണവും ആഗ്രഹിക്കുന്ന എല്ലാവരും അതുമായി സഹകരിക്കുകയാണ് വേണ്ടതെന്നും VS പ്രസ്താവനയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക്. ഒന്നാം പ്രതി പൾസർ സുനി ജയിലിൽ ഫോൺ ഉപയോഗിച്ചതിന് സംബന്ധിച്ചുള്ള അന്വേഷണം പൂർത്തിയായി. പൾസർ സുനി ജയിലിൽ ഫോൺ ഉപയോഗിച്ചത് സംബന്ധിച്ച അന്വേഷണം ഏറെക്കുറെ പൂർത്തിയാക്കി. സുനിയെയും സഹതടവുകാരെയും കാക്കനാട് ജയിലിലെത്തിച്ച് കഴിഞ്ഞ ദിവസം പോലീസ് തെളിവെടുത്തിരുന്നു. സുനിക്ക് ജയിലിൽ വെച്ച് കത്തെഴുതി നൽകിയ വിപിൻ ലാൽ, ജയിലിൽ ഫോൺ ഉപയോഗിച്ച മേസ്ത്രി സുനിൽ എന്നിവരെയാണ് പോലീസ് സംഘം കാക്കനാട് ജയിലിലെത്തിച്ചത്. ഫോൺ ഉപയോഗം പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. നാദിർഷയെയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുമാണ് വിളിച്ചതെന്നാണ് ഇവർ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയത്. ഫോൺ വിളി ഗൂഢാലോചനയ്ക്കാണോ ബ്ലാക്ക് മെയിലിംഗിനാണോ എന്നാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിന് ലഭിച്ച മൊഴികൾ പരസ്പര വിരുദ്ധമാണ്. ജയിലിൽ നിന്ന് എഴുതിയ കത്ത് ഗൂഢാലോചനയ്ക്കുള്ള തെളിവാണെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. കേസിൽ ഫോൺ വിളി നിർണായകമായതിനാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തിയതിനു ശേഷമേ പോലീസ് അടുത്ത നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. അതേസമയം ആരോപണ വിധേയരുമായി അടുത്ത ബന്ധമുള്ളവരുടെ മൊഴിയെടുക്കൽ തുടരും. നേരത്തെ ലഭിച്ച ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ സിനിമാ രംഗത്തെ ചിലരെ കൂടി പോലീസ് മൊഴിയെടുക്കലിനായി വിളിച്ചുവരുത്തിയേക്കും. ഫോൺ വിളി കേസിലെ അന്വേഷണം പൂർത്തിയായാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് ഇതുവരെ ലഭിച്ച മൊഴികളും തെളിവുകളും വിലയിരുത്തും. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനാൽ സുനിയെയും സഹതടവുകാരായ മറ്റു പ്രതികളെയും നാളെ കോടതിയിൽ ഹാജരാക്കും. അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായതിനാൽ കൂടുതൽ ദിവസം പ്രതികളുടെ കസ്റ്റഡി ആവശ്യപ്പെടില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സൗദിയിൽ മരിച്ച വയനാട് സ്വദേശി ജയപ്രകാശിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കും. നടപടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിനെ തുടർന്നാണ്. മൃതദേഹത്തിനെത്തിക്കാൻ 48 മണിക്കൂർ മുൻപ് രേഖകൾ ഹാജരാക്കണമെന്ന് വ്യവസ്ഥ ഏർപ്പെടുത്തിയിരുന്നു. ഈ വ്യവസ്ഥ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് മുഖ്യമന്ത്രി കത്തയച്ചതിന് ശേഷമാണ് നടപടി. ഇന്ത്യൻ വ്യവസായ മേഖലയിൽ നിക്ഷേപിക്കാൻ സ്വകാര്യ സംരംഭകർ മടിക്കുന്നതായി കണക്കുകൾ. 1992 ശേഷം ഏറ്റവും കുറവ് നിക്ഷേപമുണ്ടായത് ഈ വർഷമാണ്. പദ്ധതി ചിലവുകളും കോർപ്പറേറ്റ് കമ്പനികൾ കുറയ്ക്കുന്നു. നിക്ഷേപ സാഹചര്യം ഇല്ലെന്നാണ് വിലയിരുത്തൽ. സ്വകാര്യ മേഖലയിൽ വൻ നിക്ഷേപം നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദത്തിനിടെയാണ് പുതിയ കണക്കുകൾ പുറത്തുവന്നിരിക്കുന്നത്. പൾസർ സുനി ജയിലിൽ ഫോൺ രാജ്യത്തെ 1000-ഓളം വരുന്ന ലിസ്റ്റഡ് കമ്പനികൾ നടത്തിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡ് മാധ്യമം നടത്തിയ പഠനത്തിലാണ് ഇന്ത്യയിലെ വ്യവസായ വളർച്ച ആശങ്കയുണ്ടാക്കുന്ന വിധം തളരുന്നതായി കാണുന്നത്. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ സ്വകാര്യ കമ്പനികൾ മടിച്ചു നിൽക്കുന്നു. 2016-17 സാമ്പത്തിക വർഷം ഇന്ത്യയിലുണ്ടായ പുതിയ നിക്ഷേപങ്ങൾ വെറും 5% മാത്രം. 9.4% വളർച്ച നേടിയിരുന്നതിൽ നിന്നാണ് നിക്ഷേപങ്ങൾ കുത്തനെ ഇടിഞ്ഞിരിക്കുന്നത്. 1992 ശേഷമുള്ള ഏറ്റവും വലിയ കുറവ്. They have taken data of 1,000 non-financial firms. The increase in private investment in the year 2016-17 is the lowest since 1992. കഴിഞ്ഞ 25 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ നിക്ഷേപമുണ്ടായത് 2013-14 സാമ്പത്തിക വർഷം. 5.7 ലക്ഷം കോടി രൂപ പുതിയ പദ്ധതികൾക്കായി കോർപ്പറേറ്റുകൾ ചെലവഴിച്ചു. അതിനുശേഷം രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ മാറി. തൊട്ടടുത്ത സാമ്പത്തിക വർഷം മുതൽ വളർച്ച താഴോട്ട്. ഇപ്പോൾ അത് 2.07 ലക്ഷം കോടിയായി കുറഞ്ഞു. പുതിയ സാഹചര്യത്തിൽ റിസ്ക് ഏറ്റെടുക്കാൻ കോർപ്പറേറ്റുകൾ മടിക്കുന്നതാണ് പ്രധാന കാരണമെന്ന് പഠന റിപ്പോർട്ട് പറയുന്നു. ബാങ്കുകൾ നൽകുന്ന ലോണുകളിൽ വന്ന കുറവും വൻ പദ്ധതികളെ ബാധിക്കുന്നുണ്ട്. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്തെ കോഴിയിറച്ചി വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. കോഴി വ്യാപാരികളുമായി സർക്കാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. 1 കിലോ കോഴി 87 രൂപയ്ക്ക് വിൽക്കാനാകില്ലെന്ന് വ്യാപാരികൾ സർക്കാരിനെ അറിയിച്ചു. സമരം സർക്കാരിനോടുള്ള വെല്ലുവിളിയാണെന്നും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും വ്യാപാരികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പ്രതികരിച്ചു.
GST നിലവിൽ വരുന്നതിന് മുൻപ് 103 രൂപയായിരുന്നു കോഴിയിറച്ചിയുടെ വില. എന്നാൽ GST വന്നതിന് ശേഷം ഇതിൽ 14.5% നികുതി ഇളവ് ലഭിച്ചു. ഈ സാഹചര്യത്തിൽ കോഴിയിറച്ചി 87 രൂപയ്ക്ക് വിൽക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. എന്നാൽ കോഴിയിറച്ചി വ്യാപാരി സംഘടനകൾ ചില വൻകിട ലോബികളുടെ കയ്യിലാണെന്നും ഇവരാണ് കോഴിയിറച്ചിയുടെ വില കുറയ്ക്കാതെ സർക്കാരിനെയും ജനങ്ങളെയും വെല്ലുവിളിക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. ഇവരുടെ നികുതി വെട്ടിപ്പുകൾ പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഈ കേരള സർക്കാർ എങ്ങനെ വില കുറപ്പിക്കുമെന്ന് കാണട്ടെ എന്നൊക്കെ വിജയഭാവത്തിൽ പറയുന്ന രീതിയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിപ്പോ കേരളത്തിലെ ജനങ്ങളോട് വെല്ലുവിളിയാണ്. ജനങ്ങളത് പ്രതികരിക്കട്ടെ കാര്യത്തിൽ. എന്നാൽ സർക്കാർ നിർദ്ദേശിക്കുന്നത് പോലെ ഇത്രയധികം പൈസ ഇളവ് വരുത്തി കോഴിയിറച്ചി വ്യാപാരം നടത്തിയാൽ നഷ്ടം വരുമെന്നാണ് സംഘടനാ നേതാക്കൾ പറയുന്നത്. രാവിലെ ധനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു മാധ്യമങ്ങളോട് ഇവർ ഇക്കാര്യം അറിയിച്ചത്. ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ സമരവുമായി തങ്ങൾ മുൻപോട്ട് പോകുമെന്നും ഇവർ പറഞ്ഞു. മിനിസ്റ്റർ പഴയ നിലപാടിൽ നിന്ന് താഴോട്ട് പോകാൻ തയ്യാറല്ല. അതുകൊണ്ട് നാളെ മുതൽ എല്ലാ കോഴിക്കടകളും അടച്ചിട്ട് സമരത്തിലേക്ക് ഏർപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ചില വ്യാപാരി വ്യവസായി സംഘടനകളുമായി മന്ത്രി ചർച്ച നടത്തിയിരുന്നു. ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സംഘടനകളുമായി മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കുകൾ അപകടത്തിൽ. പാളം ഉറപ്പിച്ചിരിക്കുന്ന കോൺക്രീറ്റ് പാളികൾ ദ്രവിച്ചിളകിയ നിലയിലാണ്. അറ്റകുറ്റപ്പണികൾ വർഷങ്ങളായി നടക്കുന്നില്ല. ദ്രവിച്ചു മാറിയ പാളങ്ങൾ പലക വെച്ച് ഉറപ്പിച്ച നിലയിലാണിപ്പോൾ. വിവരങ്ങളുമായി റിനു ശ്രീധരൻ ചേരുകയാണ്. റിനു, ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു യാത്രാ സംവിധാനമാണിത്. എത്ര പുല്ലുവിലയാണ് മനുഷ്യജീവന് കൽപ്പിച്ചു നൽകുന്നത് എന്നതിനോട് തെളിവ് കൂടിയാണിത്. ഇപ്പോൾ എവിടെയാണ് വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് എന്റെ വിശദാംശങ്ങൾ? ഗ്രീഷ്മ, തീർച്ചയായിട്ടും ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വന്നുപോകുന്ന 10,000-കണക്കിന് ആളുകൾ വന്നുപോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. തലസ്ഥാന നഗരിയിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നുകൂടി പറയേണ്ടി വരും. സത്യം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പീപ്പിൾ TV പുറത്തുവിടുന്നത്. അതായത് ഈ 10,000-കണക്കിന് ആളുകളെ വഹിച്ചുകൊണ്ടുള്ള തീവണ്ടി ചീറിപ്പായുന്ന പാളങ്ങൾ ഉറപ്പിക്കുവാൻ വേണ്ടി, പാളങ്ങൾ വളഞ്ഞു പോകാതെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയുള്ള മാർഗമാണ് ഈ കോൺക്രീറ്റ് പാളികൾ. ഈ കോൺക്രീറ്റ് പാളികളാണ് ഇപ്പോൾ ദ്രവിച്ച് തുരുമ്പ് പിടിച്ച കമ്പികൾ വരെ പുറത്ത് ആകുന്ന അവസ്ഥയിലേക്ക് കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ദ്രവിച്ചിളകിയ ഭാഗങ്ങളിൽ പലകകളും തടിക്കഷ്ണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിനെ വളഞ്ഞു പോകാതെ, ബെൻഡായി പോകാതെ രീതിയിൽ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് റെയിൽവേ അധികൃതരുടെ ഒരു അനാസ്ഥ തന്നെയാണ്. നൂറുകണക്കിന്, ആയിരക്കണക്കിന് ജീവനുകൾ വെച്ചുള്ള ഒരു കളി തന്നെയാണ് ഗ്രീഷ്മ ഇത് നടക്കുന്നത്. ദയവായി തുടരുക. ഇപ്പോൾ റെയിൽവേ പാസഞ്ചർ അസോസിയേഷൻ പ്രതിനിധി ശ്രീ ചാക്കുണ്ണി കൂടി ചേരുകയാണ്. ശ്രീ ചാക്കുണ്ണി, ദിവസവും ആയിരക്കണക്കിന് പേർ ആശ്രയിക്കുന്ന ഒരു യാത്രാ സംവിധാനം എത്ര അലക്ഷ്യമായാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ചെറിയ ചെറിയ അപകടങ്ങൾ നമുക്ക് സൂചനകളായിട്ട് ലഭിച്ചിട്ടുണ്ട്. വലിയൊരു അപകടത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണോ? കരുകുറ്റി സംഭവം ഉണ്ടായിട്ട് ചെറിയ അപകടമല്ല. കഴിഞ്ഞ ദിവസം മംഗള എക്സ്പ്രസ് മറിഞ്ഞതും ചെറിയ അപകടമല്ല, കല്യാണിൽ വെച്ചിട്ട്. ഇത് വേണ്ടത്ര പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസ് നടക്കാത്തതാണ് ഇതിന്റെ കാരണം. കരുകുറ്റി അപകടം ഉണ്ടായപ്പോൾ അന്ന് ഞങ്ങൾ റെയിൽവേ മന്ത്രിക്കും ബന്ധപ്പെട്ടവർക്കും സംഘടനാ തലത്തിലും MP-മാർ മുഖേന്ദ്രയും കേരള സർക്കാരുമായി നിവേദനം കൊടുത്താണെന്ന് ഒരു സേഫ്റ്റി ഓഡിറ്റ് നടത്തണമെന്ന് പറഞ്ഞു. സേഫ്റ്റി ഓഡിറ്റ് നടത്തിയിട്ട് 202 സ്ഥലത്ത് ബിറ്റ്വീൻ ഷൊർണൂർ ആൻഡ് തിരുവനന്തപുരം ഈ വിള്ളലും അപകട സൂചനയുണ്ടെന്ന് പറഞ്ഞാൽ അതിലും അപകടമാണ് പാലങ്ങളുടെ കാര്യം. റെയിൽവേ കഴിഞ്ഞ പ്രാവശ്യം റെയിൽവേ നിരക്ക് കൂട്ടം പറഞ്ഞത് ശുചിത്വം, വേഗത, സുരക്ഷ, വേക്കൻസി ഫില്ലിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വടക്കാഞ്ചേരിയിൽ മാറ്റാൻ വേണ്ടിയിട്ട് കുറെ റെയിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് വരുമാനം ലാഭം മാത്രം കാട്ടിയിട്ട് യാത്രക്കാരുടെ സുരക്ഷയെ പറ്റി യാതൊന്നും ചിന്തിക്കുന്നില്ല. ഏറ്റവും ട്രെയിൻ ഡിഫൻസ് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അടിക്കടിക്ക് തീവണ്ടി അപകടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ എത്രത്തോളം അനാസ്ഥയാണ് റെയിൽവേയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയ കാര്യത്തില്ല. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് പാലങ്ങളുടെ സ്ഥിതി. 100 കൊല്ലം അതിൽ അപ്പുറം പഴക്കമുള്ള പാലങ്ങൾ റെയിൽവേയിലുണ്ട്. കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് സുരക്ഷ ഇതെല്ലാം കണ്ടുപിടിച്ചതാണ്. നമ്മുടെ റെയിലുകളും പാതകളും വേഗം കുറച്ച് ഓടിക്കാൻ പറ്റുന്നൊക്കെ ഇതിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് വായിച്ചാൽ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യില്ല. പക്ഷെ ട്രെയിനിൽ യാത്ര ഒഴിവാക്കാൻ പറ്റില്ല, അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. കേരളത്തിലെ MP-മാർ ഒറ്റക്കെട്ടായിട്ട് ഈ കാര്യത്തിൽ ഇത് വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കാനുള്ള കാര്യത്തിൽ നടപടിയെടുക്കണം. വേക്കൻസികൾ ഫില്ല് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വേണ്ടത്ര ഇതിന്റെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല. ഇത് ഒരു സൂചന പല പ്രാവശ്യം കിട്ടിയിട്ട് നമുക്കില്ല. കറുകുത്തി കഴിഞ്ഞിട്ട് 3-ാം ദിവസം വീണ്ടും ഉണ്ടായി.
അതുകൊണ്ട് ടോട്ടൽ യാത്രക്കാർ നിശ്ചലമാണ്. ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, ആശുപത്രി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് കോടതിയെ സമീപിക്കേണ്ട കാര്യത്തെ പറ്റി ആലോചിക്കാൻ വേണ്ടി ഞങ്ങൾ മീറ്റിംഗ് കൂടിയിരിക്കുക. ഈ അടുത്ത 14-ാം തീയതി കോഴിക്കോട് യാത്രാ സംഘടനകളെല്ലാം ഏകോപിച്ചുകൊണ്ട് കോടതി പോകേണ്ട കാര്യത്തിൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ എത്ര റേറ്റ് കൂട്ടി, അതുപോലെ തന്നെ വരുമാനം കണ്ടമാനം കൂടി, സുരക്ഷാ കാര്യത്തിൽ യാതൊരു നടപടി എടുക്കാത്തതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത്. ശ്രീ ചാക്കുണ്ണി, എപ്പോഴും റെയിൽവേ ബജറ്റിലടക്കം സ്ഥിരമായ അവഗണന നേരിടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മോശമായ കോച്ചുകൾ, ആവശ്യത്തിന് സൗകര്യങ്ങളില്ല, അങ്ങനെയൊക്കെ. ഇപ്പോൾ സുരക്ഷിതമല്ലാത്ത ഒരു യാത്ര കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇതിനൊക്കെ ഒരു ഉത്തരവാദി ആരാണ്? റെയിൽവേ മാത്രമാണ് എന്നാണോ താങ്കൾ കരുതുന്നത്? അല്ല, റെയിൽവേ മാത്രമല്ല. ഇതിന് ഒരു പക്ഷേ നമ്മൾ യാത്രക്കാരും കുറ്റക്കാരാണ്, സർക്കാരും കുറ്റക്കാരാണ്. കോച്ച് ഷോർട്ടേജ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. റെയിലിന്റെ കാലപ്പഴക്കം മാത്രമല്ല, കോച്ചുകളുടെ അനാശയും അതിന്റെ കണ്ടീഷൻ കുറവ് ഇതിന് മറ്റൊരു കാരണങ്ങളാണ്. വണ്ടികളുടെ വേഗത കൂടി, എണ്ണം കൂടി, കമ്പാർട്ട്മെന്റ് കൂടി, ഭാരം കൂടി. ഇതിനനുസരിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസ് റെയിൽവേയിൽ നമ്മൾ പാലിക്കുന്നില്ല. കോച്ച് ഫാക്ടറി നമുക്ക് അനുവദിച്ചു, അത് ഹരിയാനയിലേക്ക് പോവാ. ആ കാര്യത്തിൽ കിടക്കുകയാണെങ്കിൽ വിഷയത്തിന് മാറിപ്പോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഏറ്റവും കൂടുതൽ പണം നൽകി യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ് കേരളത്തിലുള്ളത്. റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന യാത്രക്കാരിലാണ്. ഈ കേരളത്തിലെ ഈ അനാസ്ഥയിൽ റെയിൽവേനെ മാത്രം നമ്മൾ കുറ്റം പറയരുത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഏകോപിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കണം. എഴുതി നീങ്ങാൻ എല്ലാ കാര്യങ്ങളും. പക്ഷെ പാളത്തിന്റെ കാര്യത്തിലും ഇതിലപ്പുറമാണ് പാടത്തിന്റെ കാര്യങ്ങൾ. കടലുണ്ടി അപകടമൊക്കെ ഇനി ആവർത്തിക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാവുന്നു, പാളം തെറ്റലുകളൊക്കെ ഉണ്ടാവുന്നു. ഈ പാസഞ്ചർ അസോസിയേഷൻ അടക്കമുള്ളവർ എന്തെങ്കിലും നിയമ നടപടി ഇതിനു മുൻപ് സ്വീകരിച്ചിട്ടുണ്ടോ? ഇനി സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ? ഞങ്ങൾ 10-ാം തീയതി ഇവിടെ കേരളത്തിലെ എല്ലാ പാസഞ്ചർ സംഘടനകളുടെയും കോഴിക്കോട് മലബാർ ബ്രാഞ്ചസിൽ മീറ്റിംഗ് വെച്ചിരിക്കുക. ഇത് അറിയുന്നതിന് മുമ്പ് തന്നെ ഈ ചൊവ്വാഴ്ച 14-ാം തീയതി. അതിൽ റെയിൽവേയില് റിട്ടയർഡ് എക്സ്പെർട്ട് ഉദ്യോഗസ്ഥന്മാരെ പങ്കെടുത്തിട്ട് ഇതിനൊരു അവസാനം കണ്ടില്ലെങ്കിൽ നമുക്ക് എവിടെ എത്താൻ കഴിയില്ല. റെയിൽവേ ഇല്ല, യാത്രയില്ലാത്തൊരു കാര്യം കേരളത്തിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഏറ്റവും സുരക്ഷിതമായ സംവിധാനമാണ് റെയിൽവേ. ഇന്ന് ഏറ്റവും അപകടകരമായ അവസ്ഥയാണ് റെയിൽവേ ഉള്ളത്. ഇതിന് പ്രത്യേക പരീക്ഷണങ്ങളും അന്വേഷണവും ആവശ്യമില്ല. റെയിൽവേയുടെ വന്ന ഒരു റിപ്പോർട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ കാലപ്പഴക്കം ചെന്ന പാലങ്ങളും പാതകളുമാണ് ഇവിടെ ഉള്ളത്. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ നടത്തുന്നില്ല. ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുക, ഷൊർണൂരിന്റെയും തിരുവനന്തപുരം 202 പോയിന്റ് കറുകുറ്റി സംഭവമൊക്കെ നമുക്ക് സൂചന കാര്യങ്ങളാണ്. ഇത് നമ്മൾ പ്രമേയം പാസ്സാക്കിയോണ്ടോ നിവേദനം ഒറ്റപ്പെട്ട് നിവേദനം അയച്ചോണ്ടോ കാര്യമില്ല. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിലെ കക്ഷിരാഷ്ട്രീയ അതീതമായി സമ്മർദ്ദം ചെലുത്തിയിട്ട് നല്ല ബന്ധമാണല്ലോ ഇപ്പോൾ ഉള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ വളരെ നല്ല കോർഡിനേഷൻ നടത്തുന്നുണ്ട്. അത് യാതൊരു സംശയവും ഇല്ല. ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായിട്ട് ഈ കാര്യത്തിൽ പരിഹാരം കാണാനുള്ള അടിയന്തര നടപടികൾ നമ്മൾ സ്വീകരിക്കും. ഇപ്പോൾ റിനുവിലേക്ക് തന്നെ പോവുകയാണ്. റിനു, ഈ കാര്യത്തിൽ നമ്മൾ അധികൃതരുമായി ബന്ധപ്പെട്ടോ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഗ്രീഷ്മ, അധികൃതരുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്, അതുകൊണ്ട് തന്നെ വേഗത കുറഞ്ഞായിരിക്കും ട്രെയിനുകൾ വരുന്നത് എന്നുള്ള ഒരു ന്യായവാദങ്ങളാണ് അവർ നിരത്തിയത്. അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. മറ്റൊരു കാര്യം, മെയിൻ്റനൻസ്. ആദ്യം അവർ പ്രതികരിച്ചത് ഇത്തരത്തിലൊരു സംഭവം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇല്ല, ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നായിരുന്നു. എന്നാൽ ഞങ്ങൾ വിഷ്വൽ സഹിതം അവരെ കാണിച്ചപ്പോഴാണ് അവർ ആദ്യം തെന്നിമാറാൻ ഒരുങ്ങിയെങ്കിൽ പോലും പിന്നീട് പ്രതികരിച്ചത് ഇത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ റെയിൽവേ സ്റ്റേഷന്റെ പരിസരങ്ങളിൽ ഞങ്ങൾ നോക്കിയെങ്കിലും ഇത്തരത്തിലൊരു അറ്റകുറ്റപ്പണി നടക്കുന്നത് ആയിട്ടുള്ള സൂചനകൾ ഒന്നും തന്നെയില്ല. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഗ്രീഷ്മ, പണ്ട് കാലങ്ങളിൽ ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ കമ്പകമരം എന്ന് പറയുന്ന ഒരു മരം ഉപയോഗിച്ചുകൊണ്ടാണ് റെയിൽവേ പാളങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇത്തരം കോൺക്രീറ്റ് പാളികൾക്ക് പകരമായി ഉപയോഗിച്ചിരുന്നത്. അന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തരം കമ്പകമരങ്ങൾ കിട്ടാനില്ലാത്തത് കൊണ്ട്, കമ്പകമരം അഥവാ പോങ്ങ് എന്നറിയപ്പെടുന്ന മരങ്ങൾ കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് പാളികൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. എന്നാൽ ഇതിലുണ്ടാവുന്ന അഴിമതികൾ, ഇതാണ് അവർ എടുത്തു ചൂണ്ടിക്കാണിക്കുന്ന കാരണം. ഇത്ര രൂപയ്ക്ക് ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിൽ ഇത്ര രൂപയും അഴിമതിയായി മാറി ഉദ്യോഗസ്ഥരുടെ കീശയിലേക്ക് തന്നെ എത്തും. അതിന്റെ ബാക്കി തുക കൊണ്ട് പണി ചെയ്ത് എടുക്കുമ്പോൾ ഇങ്ങനെ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള വാദങ്ങളൊക്കെ തന്നെയാണ് ഇവരിൽ നിന്ന് ലഭിച്ചത്. ഗ്രീഷ്മ, വ്യക്തമാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കുകൾ അപകടനിലയിൽ. പാളമുറപ്പിച്ചിരിക്കുന്ന കോൺക്രീറ്റ് പാളികൾ ദ്രവിച്ചിളകിയ നിലയിലാണ്. അറ്റകുറ്റപ്പണികൾ വർഷങ്ങളായി നടക്കുന്നില്ല. ദ്രവിച്ചു മാറിയ പാളങ്ങൾ പലക വെച്ച് ഉറപ്പിച്ച നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകി. ഇറാഖിലെ രണ്ടാമത്തെ വലിയ നഗരമായ മൊസൂൾ IS ഭീകരരിൽ നിന്നും ഇറാഖി സൈന്യം പൂർണ്ണമായും തിരിച്ചുപിടിച്ചു. 9 മാസം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് മൊസൂൾ ISൽ നിന്ന് സൈന്യം തിരിച്ചുപിടിച്ചത്. സൈനികർ ആഹ്ലാദ പ്രകടനം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല.
മൊസൂൾ വീഴുന്നത് IS വിരുദ്ധ പോരാട്ടത്തിലെ നാഴികക്കല്ലാണ്. 9 മാസം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഇറാഖിലെ രണ്ടാമത്തെ വലിയ നഗരമായ മൊസൂൾ ISൽ നിന്നും സൈന്യം തിരിച്ചുപിടിച്ചത്. സൈനികരുടെ പോരാട്ടം അന്തിമ വിജയത്തിലേക്കാണെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. മൊസൂളിന്റെ ഭൂരിഭാഗവും ഇറാഖ് സേന വിജയമുറപ്പിച്ചു. IS തീവ്രവാദികളെ പൂർണ്ണമായും തുരത്താനുള്ള പോരാട്ടം ഇനി ഏതാനും മീറ്ററുകൾ കൂടി പിടിച്ചെടുക്കുന്നതോടെ പൂർത്തിയാകും. ശക്തമായ ചെറുത്തുനിൽപ്പുകളെ വിഫലമാക്കിക്കൊണ്ടാണ് സേനയുടെ മുന്നേറ്റം. 100,000-ലധികം മനുഷ്യരെ മനുഷ്യകവചമാക്കിയായിരുന്നു മൊസൂളിൽ IS ഭീകരർ പിടിമുറുക്കിയിരുന്നത്. ഇതിനെതിരെ ഐക്യരാഷ്ട്ര സംഘടന രംഗത്ത് വന്നിരുന്നു. മൊസൂൾ കീഴടക്കിയാൽ സമീപത്തെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് IS ആക്രമണം തുടരുമെന്നാണ് സൂചന. 3 വർഷം മുൻപാണ് ആയിരക്കണക്കിന് IS ഭീകരർ മൊസൂൾ പിടിച്ചടക്കിയത്. ISന്റെ തലസ്ഥാനമെന്നറിയപ്പെടുന്ന മൊസൂളിലേൽക്കുന്ന തിരിച്ചടി IS എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ലോകം കാത്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്. സ്വർണത്തിന് ഈടാക്കുന്ന GST പൂർണ്ണമായും പ്രത്യേക ഡിസ്കൌണ്ടായി ഉപഭോക്താക്കൾക്ക് തന്നെ തിരിച്ചു നൽകുമെന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇതിലൂടെ സ്വർണ്ണ വ്യാപാര രംഗത്ത് പുതിയ ഉപഭോക്തൃ സൗഹൃദത്തിന് മലബാർ ഗോൾഡ് തുടക്കമിടുകയാണെന്ന് ചെയർമാൻ MP അഹമ്മദ് അറിയിച്ചു. സ്വർണത്തിന് ഇതിലൂടെ വലിയ വിലക്കുറവുണ്ടാകുമെന്നും GST സ്വർണ്ണ വ്യാപാര രംഗത്തിന് നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബില്ലില്ലാതെയുള്ള അനധികൃത വിൽപ്പനയ്ക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നും കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MP അഹമ്മദ് പറഞ്ഞു. കമ്പനിയുടെ M-കണക്ട് എന്ന മൊബൈൽ ആപ്പും വാർത്താ സമ്മേളനത്തിൽ പരിചയപ്പെടുത്തി. ഇരിങ്ങാലക്കുട ചുങ്കത് ജ്വല്ലറിയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഈ വർഷത്തെ 10ാം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. 165 വിദ്യാർത്ഥികളാണ് ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ച അനുമോദന ചടങ്ങിൽ ആദരിക്കപ്പെട്ടത്. ചുങ്കത് ജ്വല്ലറി ഇരിങ്ങാലക്കുട ബ്രാഞ്ച് ആഘോഷങ്ങളുടെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി സംഘടിപ്പിച്ച സമ്മാന പദ്ധതിയുടെ ബമ്പർ നറുക്കെടുപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. ബമ്പർ സമ്മാനമായ ഡാറ്റ്സൺ റെഡിഗോ കാർ ഇരിങ്ങാലക്കുട സ്വദേശി സമീഷിനും ഹോണ്ട ആക്ടീവ സ്കൂട്ടർ ചേന്ദ്രാപിന്നി സ്വദേശി ബാബിനും ലഭിച്ചു. ചുങ്കത് ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ CP പോൾ, മാനേജിംഗ് ഡയറക്ടർ രഞ്ജിത്ത് പോൾ ചുങ്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.